pharmacists, welcome back to RX Pharma Blog. ഇന്ന് നമുക്ക് കോളിനർജിക് ഡ്രഗ്സിലെ ആന്റികോളിനെസ്റ്റേഴ്സ് എന്താണെന്ന് നോക്കിയാലോ. പേര് കേട്ട് പേടിക്കേണ്ട, സംഗതി സിമ്പിൾ ആണ്. നമ്മുടെ ശരീരത്തിലെ മസിലുകൾക്കും ഓർമ്മശക്തിക്കും കാരണമാവുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അസറ്റിൽകോളിൻ. പക്ഷേ ഈ അസറ്റിൽകോളിനെ വെട്ടിനിരത്താൻ എപ്പോഴും കൂടെ നടക്കുന്ന ഒരു വില്ലൻ എൻസൈം ഉണ്ട്. അതാണ് അസറ്റൈൽകോളിനെസ്റ്റേഴ്സ്. ഈ വില്ലനെ നമുക്ക് പൂട്ടിക്കെട്ടി അസറ്റൈൽകോളിന്റെ പവർ കൂട്ടുന്ന മരുന്നുകളെയാണ് നമ്മൾ ആന്റികോളിനെസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ആന്റികോളിനെസ്റ്റേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ പാർട്ട് 1, റിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ. ഫസ്റ്റ് വൺ റിവേഴ്സിബിൾ. ഇനി ഇവരുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. എക്സാംസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ ടീം റിവേഴ്സിബിൾ മരുന്നുകളാണ്. ഇവർ കുറച്ചു നേരത്തേക്ക് മാത്രമേ എൻസൈമിനെ തടയൂ. ഇതിൽ പ്രധാനമായും വരുന്നത് ഇഡ്രോഫോണിയം കുറച്ചു നേരം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ആണ്. മൈസ്തീനിയ ഗ്രാവിസിസിന്റെ ഡയഗ്നോസിസ് ടെസ്റ്റിനെ യൂസ് ചെയ്യുന്നതാണ് ഇഡ്രോഫോണിയം. നെക്സ്റ്റ് വരുന്നത് നിയോസ്റ്റിക്മിൻ ആൻഡ് പിരിഡോസ്റ്റിക്മിൻ. ഇവരാണ് ശരിക്കുള്ള ആൾക്കാർ. മസിലുകൾക്ക് ബലം നൽകാൻ ഇവരെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡോണിപീസിൽ ആൻഡ് റിവാസ്റ്റിക്മിൻ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഡോണിപീസിൽ ആൻഡ് റിവാസ്റ്റിക്മിൻ. പിന്നെ ക്ലാസിഫിക്കേഷൻ പാർട്ട് 2, ഇറിവേഴ്സിബിൾ, ദ ഡേഞ്ചറസ് ഗൈസ്. രണ്ടാമത്തെ ടീമാണ് ഇറിവേഴ്സിബിൾ. ഇവർ എൻസൈമിനെ വിടാതെ പിടിക്കും. ഇതിൽ പ്രധാനമായും വരുന്നത് നമ്മൾ പറമ്പിലൊക്കെ അടിക്കുന്ന കീടനാശിനികളില്ലേ, ഓർഗാനോഫോസ്ഫേറ്റ്സ്, അതാണ്. ഇത് ഉള്ളിൽ ചെന്നാൽ വലിയ വിഷബാധയുണ്ടാകും. അതിന്റെ ആന്റിഡോട്ടായിട്ട് നമ്മൾ നൽകുന്നതാണ് അട്രോപ്പിനും പ്രാലിഡോക്സിനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വില്ലനെ പൂട്ടി ഹീറോയെ രക്ഷിക്കുന്ന നമ്മുടെ ആന്റികോളിനെസ്റ്റേഴ്സ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാർമസി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെയുള്ള സിമ്പിൾ ഫാർമസി ക്ലാസ്സുകൾക്കായി RX Pharma Blog ഫോളോ ചെയ്യൂ.